ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റഡി ടു ഫ്ലൈ അപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നർമ്മദാ നദിയാണ്. അപ്പോൾ നർമ്മദാ നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നർമ്മദാ നദി മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ് നർമ്മദാ നദിയുടെ ഉത്ഭവം. മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ് നർമ്മദാ നദിയുടെ ഉത്ഭവം. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. അമർഖണ്ഡ് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചെരുവിൽ 1057 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. അമർഖണ്ഡ് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചെരുവിൽ 1057 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. വടക്ക് വിന്ധ്യ മലനിരകൾക്കും തെക്ക് സത്പുര പർവ്വതങ്ങൾക്കും ഇടയിലുള്ള ബ്രഹ്മശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി. വടക്ക് വിന്ധ്യയ്ക്കും തെക്ക് സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി. പ്രാചീന കാലത്ത് രേവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. പ്രാചീന കാലത്ത് രേവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. നർമ്മദാ നദിയുടെ പ്രത്യേകതകൾ ഓർക്കുക. മൈക്കല പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മധ്യപ്രദേശിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അമർഖണ്ഡ് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചെരുവിൽ നിന്നും 1057 മീറ്റർ ഉയരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ്. വടക്ക് വിന്ധ്യ മലനിരകൾക്കും തെക്ക് സത്പുര പർവ്വതത്തിനും ഇടയിലൂടെയുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നു. പ്രാചീന കാലത്ത് രേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. അടുത്ത പേജിൽ ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും നോർത്തെന്നും സൗത്തെന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദാ നദി. നർമ്മദ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം നൽകുന്നത് എന്നാണ്. നർമ്മദ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം നൽകുന്നത് എന്നാണ്. സന്തോഷം നൽകുന്നത് എന്നതാണ് നർമ്മദ എന്ന വാക്കിൻ്റെ അർത്ഥം. ഡെക്കാൻ പീഠഭൂമിക്കും മാൽവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഡെക്കാൻ പീഠഭൂമിക്കും മാൽവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് നർമ്മദ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് നർമ്മദ. നർമ്മദ നദിയുടെ പതനം അറബിക്കടലിലാണ്. നർമ്മദാ നദിയുടെ പതനം, അതായത് ഇത് അവസാനം ചെന്ന് പതിക്കുന്നത് അറബിക്കടലിലാണ്. ജബൽപൂരിനടുത്ത് നർമ്മദാ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടം ദുവാന്തർ വെള്ളച്ചാട്ടമാണ്. ജബൽപൂരിനടുത്ത് നർമ്മദാ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടം ദുവാന്തർ വെള്ളച്ചാട്ടമാണ്. നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഡാം സർദാർ സരോവർ ഡാമാണ്. നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഡാം എന്ന് പറയുന്നത് സർദാർ സരോവർ ഡാമാണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി. നർമ്മദ എന്ന വാക്കിനർത്ഥം സന്തോഷം നൽകുന്നത്. ഡെക്കാൻ പീഠഭൂമിക്കും മാൽവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ്. നർമ്മദാ നദിയുടെ പതനം എന്ന് പറയുന്നത് അറബിക്കടലിലാണ്. ജബൽപൂരിനടുത്ത് നർമ്മദാ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടം ദുവാന്തർ വെള്ളച്ചാട്ടം. ആ പേര് മറന്നു പോകരുത്, ദുവാന്തർ വെള്ളച്ചാട്ടം. നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രശസ്തമായ ഡാം എന്ന് പറയുന്നതാണ് സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. നർമ്മദാ നദി സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് നമാമി ദേവി നർമ്മദ എന്നാണ്. നർമ്മദാ നദിയുടെ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് നമാമി ദേവി നർമ്മദ എന്നാണ് അറിയപ്പെടുന്നത്.
നർമ്മദാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. പ്രധാനപ്പെട്ട 3 മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ആ പേര് ഓർക്കണം, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത് താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ. താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ. താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഏറ്റവും നീളം കൂടിയ പോഷക നദി താവയാണ്. ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്ന് പറയുന്നത് താവയാണ്. ഈ പോഷക നദികളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നർമ്മദാ നദി ഏറ്റവും വലിയ നദിയായിട്ട് ഒഴുകുന്നത്. പോഷക നദികളുടെ സഹായത്തോടു കൂടിയാണ് നർമ്മദാ നദി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലുതായിട്ട് 3 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകാൻ കാരണമാകുന്നത്. ഓംകാരേശ്വർ നർമ്മദാ നദിയുടെ തീരത്തെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. ഓംകാരേശ്വർ എന്ന് പറയുന്നത് നർമ്മദാ നദിയുടെ തീരത്തെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ്. നർമ്മദ ജല തർക്ക പരിഹാര ട്രിബ്യൂണൽ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6 നർമ്മദാ നദി ജലതർക്ക പരിഹാര ട്രിബ്യൂണൽ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6 ഒന്നുകൂടി നോക്കാം. നർമ്മദാ നദി സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് നമാമി ദേവി നർമ്മദ എന്നാണ്. നർമ്മദാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. 3 പേരും മറക്കരുത്. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഏറ്റവും നീളം കൂടിയ പോഷക നദി താവയാണ്. ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്ന് പറയുന്നത് താവയാണ്. ഓംകാരേശ്വർ നർമ്മദാ നദിയുടെ തീരത്തെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. ഓംകാരേശ്വർ നർമ്മദാ നദിയുടെ തീരത്തെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ്. അതുപോലെ തന്നെ നർമ്മദാ നദി ജല തർക്ക പരിഹാര ട്രിബ്യൂണൽ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6 ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ നടന്ന പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന എന്ന് പറയുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നാണ് ആ പരിസ്ഥിതി സംഘടനയുടെ പേര്. അതായത് ഗുജറാത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കണം എന്ന് പറഞ്ഞ് സർദാർ സരോവർ അണക്കെട്ടിനെതിരെ ആദ്യകാല സമയത്തും ഒക്കെ പരിസ്ഥിതി സംഘടനയായ ഒരു സംഘടന പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. ആ സംഘടനയുടെ പേരാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന്. ആ സംഘടനയുടെ നേതാവ് എന്ന് പറയുന്നത് മേധാ പട്കറാണ്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സുപരിചിതമായ പേരാണ്. ആ സംഘടനയുടെ നേതാവിൻ്റെ പേര് മേധാ പട്കർ എന്നായിരുന്നു. കൻഹ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം എന്ന് പറയുന്നത് നർമ്മദാ നദീതടമാണ്. കൻഹ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം എന്ന് പറയുന്നത് നർമ്മദയുടെ നദീതടമാണ്. റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ദി ജംഗിൾ ബുക്ക് പരാമർശിക്കുന്ന ദേശീയോദ്യാനം കൻഹയാണ്. റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ദി ജംഗിൾ ബുക്ക് പരാമർശിക്കുന്ന ദേശീയോദ്യാനം കൻഹയാണ്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നർമ്മദാ നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ദി ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ഇതിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം കൻഹയാണ്. നർമ്മദാ നദി അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം ഗൾഫ് ഓഫ് കമ്പാട്ടാണ്. നർമ്മദാ നദി അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് കമ്പാട്ടാണ്. ഇതാണ് നർമ്മദാ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. നർമ്മദാ നദിയിലെ ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട നദികളെക്കുറിച്ച് സാധാരണയായിട്ട് PSCയും UGCക്കും ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പം നർമ്മദാ നദിയുടെ ഈ പോയിൻറ്റ്സ് എല്ലാവരും നോട്ട് ചെയ്യാനും വായിച്ച് വീണ്ടും റിപ്പീറ്റഡായിട്ട് വീഡിയോ കണ്ട് മനസ്സിലുറപ്പിക്കാനും ഒക്കെ ശ്രമിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ടെലഗ്രാമിലൊരു ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും.
എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്തിടാനും ഒന്നും മറക്കരുത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം വീഡിയോ ഫുള്ള് കാണണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. ബൈ.